ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സഹോദരങ്ങൾ ചേർന്ന് പീഡിപ്പിച്ചു. ജീവനോടെ കുഴിച്ചുമൂടാൻ ശ്രമം. 2 പേർ പിടിയിൽ. ഒഡീഷയിലെ ജഗൽസിപൂർ ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2 സഹോദരങ്ങൾ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. പെൺകുട്ടി 5 മാസം ഗർഭിണിയായപ്പോൾ ജീവനോടെ കുഴിച്ചുമൂടുവാനും ശ്രമിച്ചു. സംഭവത്തിൽ ബനാഷ്ബറ ഗ്രാമത്തിൽ നിന്നുള്ള ഭാഗ്യധർ ദാസ്, പഞ്ചാനൻ ദാസ് എന്നീ സഹോദരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3ാമത്തെ പ്രതിയായ തുളു ഒളിവിലാണ്. ഇയാളെ പിടികൂടുവാൻ അധികൃതർ തിരച്ചിൽ ആരംഭിച്ചു. പ്രതികൾ ദീർഘകാലമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഗർഭിണിയായപ്പോൾ ജീവനോടെ കുഴിച്ചുമൂടുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഗർഭചിത്രത്തിനുള്ള പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതികൾ പെൺകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. നിലത്തൊരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഗർഭചിത്രം ചെയ്തില്ലെങ്കിൽ ജീവനോടെ കുഴിച്ചുമൂടുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തി. പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട് തന്റെ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയായി. പിതാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 2 പേരെയും അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണം തുടരുകയാണ്. ആശ്വാസവുമായി കേന്ദ്രം. ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചു. കൂട്ടിയത് 1500 രൂപ. സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അവഗണനയിൽ നിരാശരായ ആശമാർക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പ്രതിമാസ ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്നും 3500 രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും ക്രമീകരിച്ചിട്ടുണ്ട്. 10 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ 20,000 രൂപയിൽ നിന്നും 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. NK പ്രേമചന്ദ്രൻ MP-ക്കു നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ലാഹയിൽ 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ്. കോട്ടയത്ത് 52. കനത്ത നാശനഷ്ടം. പത്തനംതിട്ടയിലെ ലാഹയിൽ വീശിയത് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ്. കോട്ടയത്ത് വീശിയത് 52 കിലോമീറ്റർ വേഗത്തിലും. കോട്ടയം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ ശക്തമായ കാറ്റുണ്ടായി. സ്ഥലങ്ങളും കാറ്റിന്റെ വേഗവും. വെള്ളാനിക്കര 57 കിലോമീറ്റർ, പാണത്തൂർ 56, ചെറുതോണി 52, പെരിങ്ങോം 50, കുമരകം 44, വടകര 43, റാന്നി 48. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 27 വരെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തിയും ബംഗാളിന്റെ തീരത്ത് മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ് മേഖലയിലേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂലൈ 25, 26 തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ജൂലൈ 25 മുതൽ 29 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. PMK നേതാവ് S. രാംദോസിന്റെ ജീവിതം സിനിമയാവുന്നു. സംവിധാനം ചേരൻ. ടാളി മക്കൾ കക്ഷി നേതാവ് S. രാംദോസിന്റെ ജീവിതം സിനിമയാവുന്നു. S. രാംദോസിന്റെ 87ാം പിറന്നാൾ ദിവസമായ വെള്ളിയാഴ്ചയാണ് ചിത്രം പ്രഖ്യാപിച്ചത്. അയ്യ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ചേരനാണ് സംവിധാനം ചെയ്യുന്നത്. ആരി അർജുനൻ വെള്ളിത്തിരയിൽ രാംദോസിനെ അവതരിപ്പിക്കും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചേരൻ തന്റെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടു. തമിഴ്നാടിന്റെ സിംഹം എന്നാണ് ചിത്രത്തിന് നൽകിയ ടാഗ് ലൈൻ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിഴിഞ്ഞത്ത് വല നിറയെ വെള്ളക്ലാത്തി മീനുകൾ. ചൈനയിലേക്ക് കപ്പൽ കയറും. ആഘോഷത്തിൽ മത്സ്യത്തൊഴിലാളികൾ. സീസണോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ വിഴിഞ്ഞം തീരത്തടുത്ത വള്ളങ്ങൾ നിറയെ വെള്ളക്ലാത്തി മീനുകൾ. കടൽ കനത്തെങ്കിലും വള്ളം നിറയെ ക്ലാത്തിമീൻ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ. വെള്ളക്ലാത്തികൾ അടുത്ത ദിവസങ്ങളിൽ ചൈനയിലേക്ക് കപ്പൽ കയറും. വിഴിഞ്ഞത്ത് സീസൺ തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം വെള്ളക്ലാത്തികൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. സീസണിനോടനുബന്ധിച്ച് വിഴിഞ്ഞത്ത് എത്തിയ സ്വദേശികളും തമിഴ്നാട്ടുകാരുമായ മത്സ്യത്തൊഴിലാളികളുടെ വലകളിലാണ് പ്രതീക്ഷയ്ക്കപ്പുറം ക്ലാത്തിമീനുകൾ ലഭിച്ചത്. വലിപ്പമുള്ള ക്ലാത്തികൾക്ക് ഒരെണ്ണത്തിന് 250 രൂപയോളം വില ലഭിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. ജീവിതം ദുസ്സഹം. വേദന സഹിക്കാനാകുന്നില്ല. ദയാവധത്തിന് അനുമതി നേടി രാഷ്ട്രപതിയെ സമീപിച്ച് അധ്യാപിക. ഈ വേദന സഹിക്കാനാകുന്നില്ല. ദയാവധത്തിന് അനുമതി നൽകണം. മധ്യപ്രദേശിലെ ഇൻദോർ സ്വദേശിനിയും സർക്കാർ സ്കൂൾ അധ്യാപികയുമായ കുമാരി ചന്ദ്രകാന്ത ജഠാനിയാണ്
ജയാവധത്തിന് അനുമതി തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഹർജി സമർപ്പിച്ചത്. ശരീരം തളർന്ന ചന്ദ്രകാന്തയുടെ ജീവിതം വീൽചെയറിലാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വീൽചെയറിലിരുന്ന് അധ്യാപനം നടത്തുകയാണ്. 7 മുതൽ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജോലി കടുത്ത വേദനയും ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ദയാവധത്തിന് അനുമതി തേടി ഇവർ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 15 മിനിറ്റിന്റെ കാര്യമാണ്, വാശി പിടിക്കേണ്ടതില്ല. സ്കൂൾ സമയമാറ്റം ഈ വർഷം മുതലെന്ന് വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റത്തിനുള്ള നിലവിലെ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. 10 മാസം കൊണ്ട് നെയ്തെടുത്ത ഘർചോള സാരി 200 കോടിയുടെ കൈത്തള. ഉദ്ഘാടന ചടങ്ങിൽ താരമായി നിത അംബാനി. IPL-ലെ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഉടമ. ISL, റിലയൻസ് ഫൌണ്ടേഷനിലൂടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി തന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒട്ടേറെ കാര്യങ്ങളിലൂടെ നിത അംബാനി വാർത്തകളിൽ നിറയാറുണ്ട്. അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പലപ്പോഴും നിത അംബാനിയെ വാർത്താ താരം ആക്കാറുണ്ട്. കരകൌശല വസ്തുക്കൾക്കായുള്ള സ്വദേശ് സ്റ്റോറിന്റെ ഉദ്ഘാടന ചടങ്ങിനായി എത്തിയ നിതയുടെ വേഷവിധാനങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.